നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ചിമ്മിനി ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി സ്ലൂയിസ് തുറന്ന് വെള്ളം കുറുമാലിപ്പുഴയിലേക്ക് ഒഴുക്കുന്നു. വയനാടിന് കൈത്താങ്ങുമായി കുരുന്നു വിദ്യാർത്ഥികൾ. കൊടകര ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകിയത്. പൂട്ടിക്കിടക്കുന്ന വീടുകൾ കുത്തിത്തുറന്ന് മോഷണം നടത്തിവന്ന പുതുക്കാട് സ്വദേശി കരയാം വീട്ടിൽ വിനോദിനെ ഇരിഞ്ഞാലക്കുട DYSP KG സുരേഷ്, കാട്ടൂർ ഇൻസ്പെക്ടർ ER ബൈജു എന്നിവരുടെ നേതൃത്വത്തിൽ പിടികൂടി. അതിരപ്പിള്ളിയിൽ ദേവാലയത്തിനു നേരെ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം. വാർത്തകൾ വിശദമായി. ചിമ്മിനി ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി സ്ലൂയിസ് തുറന്ന് വെള്ളം കുറുമാലിപ്പുഴയിലേക്ക് ഒഴുക്കി. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 5 വരെയും വെള്ളി ശനി ദിവസങ്ങളിൽ രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയുമാണ് വാൽവ് തുറന്നുവിടുന്നത്. സെക്കൻഡിൽ 6.36 ഘനമീറ്റർ വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത്. ഇതുമൂലം 10 മുതൽ 12 സെന്റിമീറ്റർ വരെ പുഴയിൽ വെള്ളം ഉയരാൻ സാധ്യതയുള്ളതിനാൽ കരുവന്നൂർ, കുറുമാലി പുഴകളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. വയനാടിന് കൈത്താങ്ങുമായി കുരുന്നു വിദ്യാർത്ഥികൾ. കൊടകര ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകിയത്. പിറന്നാൾ പോലുള്ള ആഘോഷങ്ങൾ ഒഴിവാക്കി മാറ്റിവെച്ച തുകയും നാണയത്തുട്ടുകൾ അടക്കം കൂട്ടിവെച്ച് സ്വരൂപിച്ച കാശ് കൊടുക്കുകയും സഹിതമാണ് കുരുന്നു വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകിയത്. സ്കൂളിൽ നടത്തിയ പരിപാടിയിൽ കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, പ്രധാനാധ്യാപിക MK ഡൈനി എന്നിവർ ചേർന്ന് വിദ്യാർത്ഥികളിൽ നിന്ന് തുകകൾ ഏറ്റുവാങ്ങി. പഞ്ചായത്ത് അംഗം CD സിബി, PTA പ്രസിഡന്റ് സന്ദേശ് നാരായണൻ, MPTA പ്രസിഡന്റ് മഞ്ജുഷ സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സന്നിഹിതരായിരുന്നു. സഹായിക്കാനായിട്ട് വീട് വയ്ക്കാൻ, സ്കൂൾ പണിയാൻ, ആശുപത്രി പണിയാൻ, വസ്ത്രങ്ങൾ വാങ്ങാൻ, ഭക്ഷണം കൊടുക്കാൻ, വീട്ടിലെ സാധന സാമഗ്രികളൊക്കെ വാങ്ങാനായിട്ടാണ് നമ്മൾ ഈ പണം കൊടുക്കുന്നത്. എല്ലാവരും ഹാപ്പി ആയിട്ടല്ലേ കൊടുക്കണേ? അപ്പോൾ ഇനി ഒരു ദുരന്തം ഉണ്ടാവരുത് അല്ലേ? അങ്ങനെയല്ലേ ആഗ്രഹിക്കുന്നത്? ഇനി അഥവാ ഉണ്ടായാൽ നമ്മളെല്ലാവരും അവരെ സഹായിക്കും. തൃശൂർ, എറണാകുളം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ പൂട്ടിക്കിടക്കുന്ന വീടുകൾ കുത്തിത്തുറന്ന് മോഷണം നടത്തിവന്ന പുതുക്കാട് സ്വദേശി കരയാം വീട്ടിൽ വിനോദിനെ ഇരിഞ്ഞാലക്കുട DYSP KG സുരേഷ്, കാട്ടൂർ ഇൻസ്പെക്ടർ ER ബൈജു എന്നിവരുടെ നേതൃത്വത്തിൽ പിടികൂടി. ജൂലൈ 23-ാം തീയതി പടിയൂർ പഞ്ചായത്തിന് സമീപമുള്ള വീടിന്റെ മുൻവാതിൽ കുത്തിത്തുറന്ന് മോഷണം നടത്തിയതും അരിപ്പാലത്ത് മറ്റൊരു വീട് കുത്തിത്തുറന്ന് സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിലെയും അന്വേഷണത്തിലാണ് ഇയാൾ അറസ്റ്റിലായത്. ചൊവ്വാഴ്ച രാത്രി കൊടുങ്ങല്ലൂരിൽ നിന്നാണ് പ്രതിയെ സാഹസികമായി കസ്റ്റഡിയിലെടുത്തത്. ഇയാളുടെ പെൺ സുഹൃത്തിനെ കാണാൻ എത്തിയപ്പോഴാണ് പോലീസിന്റെ കയ്യിൽ അകപ്പെട്ടത്. ഇൻസ്പെക്ടർ ER ബൈജു, ക്രൈം ടീം അംഗങ്ങളായ സീനിയർ CPO CG ധനേഷ്, ES ജീവൻ, CPO KS ഉമേഷ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. ഹിരോഷിമ, നാഗസാക്കി ദിനങ്ങളോടനുബന്ധിച്ച് ആളൂർ RMHSSലെ ഗൈഡ്സ് വിദ്യാർത്ഥികൾ സ്പെഷ്യൽ അസംബ്ലി സംഘടിപ്പിച്ചു. ലോകശാന്തിക്കായി സമാധാനത്തിന്റെ തിരിദീപം പ്രിൻസിപ്പൽ TJ ലൈസൻ കുട്ടികൾക്ക് പകർന്നുകൊടുത്തു. ലോക സമാധാനം കാത്തുസൂക്ഷിക്കുന്നതിന് യുദ്ധവിരുദ്ധ പ്രതിജ്ഞ എടുത്തു. ഇരിഞ്ഞാലക്കുട സിവിൽ എക്സൈസ് ഓഫീസർ PM ജദീർ, ഗൈഡ്സ് ക്യാപ്റ്റൻ ജൂബി മാത്യു എന്നിവർ കുട്ടികൾക്ക് സന്ദേശം നൽകി. യുദ്ധം എന്ന് പറയുമ്പോൾ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള യുദ്ധം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ മനസ്സിലുണ്ടാവുന്ന ചെറിയ ചെറിയ അസഹിഷ്ണുതകൾ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കൈവയ്ക്കുന്നതും കൂടി യുദ്ധത്തിന് ഈക്വലന്റ് ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അതിരപ്പിള്ളിയിൽ ദേവാലയത്തിനു നേരെ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം. പെരിങ്ങൽകുത്ത് പുളിയിലപ്പാറ ക്രിസ്തുരാജ ദേവാലയത്തിലാണ് കാട്ടാനക്കൂട്ടം കയറി നാശം വരുത്തിയത്. അകത്തുകയറിയ കാട്ടാനകൾ ബലിപീഠം, തിരുസ്വരൂപം, ഫാൻ, ഫർണിച്ചർ, കസേര, സ്പീക്കർ തുടങ്ങിയവ നശിപ്പിച്ചു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് നവീകരിച്ച പള്ളിയിലാണ് ആനക്കൂട്ടം നാശനഷ്ടങ്ങൾ വരുത്തിയത്. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് വാതിൽ തകർത്ത് ആനകൾ കയറിയതെന്ന് കരുതുന്നു. ഉച്ചയോടെ നാട്ടുകാർ ദേവാലയത്തിലെത്തിയപ്പോഴാണ് സംഭവം അറിഞ്ഞത്. പെരിങ്ങൽകുത്ത് ഡാമിന്റെ നിർമ്മാണ സമയത്ത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പള്ളിയിൽ ഞായറാഴ്ചകളിൽ മാത്രമാണ് കുർബാന.
ആനകളെ ചെറുക്കാൻ വനാതിർത്തിയിൽ സ്ഥാപിച്ചിരുന്ന വൈദ്യുത വേലി അറ്റകുറ്റപ്പണികൾ മുടങ്ങി തകർന്ന നിലയിലാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇതിലൂടെയായിരിക്കും കാട്ടാനക്കൂട്ടം കയറിയതെന്ന് കരുതുന്നു. സൈക്കിൾ വാങ്ങാൻ സ്വരൂപിച്ച കാശുകുടുക്കയിലെ സമ്പാദ്യം വയനാട്ടിലെ ദുരിതബാധിതർക്ക് വീട് വെച്ച് കൊടുക്കുവാൻ നൽകി വിദ്യാർത്ഥികൾ മാതൃകയായി. CPI കുഴിക്കാട്ടുശ്ശേരി പടിഞ്ഞാട്ടുമുറി ബ്രാഞ്ച് അസിസ്റ്റന്റ് സെക്രട്ടറി KU ജയദേവൻ, രേഷ്മ ദമ്പതികളുടെ മക്കളായ നൈനിക, നൈതിക് എന്നിവരാണ് കാശുകുടുക്കയിലെ പണം നൽകി മാതൃകയായത്. AIYF സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാട് ദുരിതബാധിതർക്ക് 10 വീടുകൾ പണിതു കൊടുക്കുന്നതിലേക്കാണ് സംഭാവനകൾ നൽകിയത്. AIYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പാറേരിക്ക് തുക കൈമാറി. CPI ആളൂർ ലോക്കൽ സെക്രട്ടറി TC അർജുനൻ, AIYF ജില്ലാ കമ്മിറ്റി അംഗം ബിനോയ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വലിയ സഹായങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. പക്ഷെ അതിനെല്ലാം വ്യത്യസ്തമായിക്കൊണ്ടാണ് ഇപ്പോൾ കുട്ടികൾ ഇങ്ങനെ നമുക്ക് അവരുടെ സമ്പാദ്യം നമുക്ക് തരുന്നത്. ഇപ്പോൾ സഖാവ് ജയദേവന്റെ മക്കൾ 2 പേര് നൈതികയും നൈതിക്കും നമുക്ക് ഇപ്പോൾ അവരുടെ സമ്പാദ്യം ഹുണ്ടിക സൈക്കിൾ മേടിക്കാനായിട്ടാണ് അവർ ഇത് വെച്ചിരുന്നത്. അപ്പോൾ സൈക്കിൾ മേടിക്കാൻ വെച്ച തുക വീട് നൽകുന്നതിന് വേണ്ടി നൽകുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. വിസ തട്ടിപ്പ് പ്രതി പിടിയിൽ. ഇരിഞ്ഞാലക്കുടയിൽ പ്രവർത്തിച്ചു വരുന്ന ബ്ലൂ മിസ്റ്റി കൺസൾട്ടൻസി വഴി വിദേശ രാജ്യങ്ങളായ അയർലൻഡ്, പോർച്ചുഗൽ എന്നിവിടങ്ങളിലേക്കുള്ള തൊഴിൽ വിസ വാഗ്ദാനം നൽകി പണം തട്ടിയ പ്രതി ഇരിഞ്ഞാലക്കുട പോലീസിന്റെ പിടിയിലായി. അവിട്ടത്തൂർ സ്വദേശിയായ ചോളിപ്പറമ്പിൽ ബാലകൃഷ്ണന്റെ മകൻ 36 വയസ്സുള്ള സിനോബ് എന്നയാളെയാണ് ഇരിഞ്ഞാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. തട്ടിപ്പിന് ശേഷം പല സ്ഥലങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ IPSന്റെ നിർദ്ദേശാനുസരണം ഇരിഞ്ഞാലക്കുട DYSP KG സുരേഷിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് പിടികൂടിയത്. ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അനീഷ് കരീം, സബ് ഇൻസ്പെക്ടർമാരായ അജിത് K, ക്ലീറ്റസ് CM, ASI സുനിത, ഷീജ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ദിനുലാൽ, വഹദ്, CPO ലൈജു എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. പ്രതിയെ ഇരിഞ്ഞാലക്കുട JFCM കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണെന്ന് പ്രതിക്കെതിരെ കൊടുങ്ങല്ലൂർ, മാള, ചാലക്കുടി തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിൽ സമാനമായ കേസുകൾ നിലവിലുണ്ട്. അളഗപ്പ നഗർ വെണ്ടൂർ ശ്രീ ഭുവനേശ്വരി നമ്പൂരിയച്ചൻ ക്ഷേത്രത്തിൽ മോഷണം. 2 ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് പണം കവർന്നു. ശ്രീകോവിലിനും നാഗത്തറയ്ക്ക് മുൻപിലുള്ള ഭണ്ഡാരങ്ങളാണ് പൊളിച്ചത്. നാഗത്തറയ്ക്ക് മുൻപിൽ നിന്ന് ഭണ്ഡാരം കുത്തി തുറക്കാൻ ഉപയോഗിച്ച ഇരുമ്പ് കമ്പി ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. 3 മാസം മുൻപാണ് ഭണ്ഡാരത്തിലെ പണം എണ്ണി തിട്ടപ്പെടുത്തിയെടുത്തത്. ഏകദേശം 30,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഇവിടെ വരുമ്പോൾ അപ്പോൾ വന്ന വഴിക്ക് തന്നെ അമ്പലത്തിനുള്ളിൽ കയറി നോക്കാറുണ്ട്, ഭണ്ഡാരങ്ങളൊക്കെ നോക്കാറുണ്ട്. പക്ഷെ ഇന്ന് വന്ന് നോക്കിയപ്പോൾ ഒരു 10ന്റെ നോട്ട് അവിടെ പകുതി പോയി കിടക്കുന്നു അവിടെ. അപ്പോൾ ഞാനതെടുത്ത് ശാന്തി ചീത്തോളം ശാന്തി അതിന് പോയത്. പക്ഷെ നോക്കിയപ്പോൾ ഭണ്ഡാരത്തിൽ ദ്രവിച്ചതിൻ്റെ പകുതിയാണ്. അപ്പോൾ അത് കണ്ട വഴിക്ക് ഞാൻ ഭണ്ഡാരത്തിൽ തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് അത് പൊളിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ശാന്തിനെ വിളിച്ച് കൊടുത്തേക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. കൊടകര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ ആർട്സ് ഡേ സാരംഗ് 2024 സംഘടിപ്പിച്ചു. മാതൃസമിതി, വെൽഫെയർ സമിതി പ്രസിഡന്റുമാരായ വിജീഷ അനിൽ, മനോജ് കുമാർ TS എന്നിവർ ദീപപ്രോജ്വലനം നടത്തി. കൊടകര വിവേകാനന്ദ ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി VV രാജേഷ് അധ്യക്ഷത വഹിച്ചു. ഗായകനും സംഗീത സംവിധായകനുമായ ശ്രുതിനാഥ് M രാജേശ്വരി ഉദ്ഘാടനം നടത്തി. വിവേകാനന്ദ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ രമാകൃഷ്ണൻകുട്ടി, മാനേജർ TK സതീഷ്, പ്രിൻസിപ്പാൾ റോഷൻ P നായർ എന്നിവർ സംസാരിച്ചു. 2 ദിവസങ്ങളിലായിട്ടാണ് ആർട്സ് ഡേ സംഘടിപ്പിച്ചത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വിദ്യാർത്ഥികളോട് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും മനോഹരമായ ഒരു സമയം ഏതെന്ന് വെച്ചാൽ ഈ വിദ്യാർത്ഥി പഠിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഒരുപാട് മനോഹരമായി ജീവിച്ച് മനോഹരമായി പ്രവൃത്തികൾ ചെയ്ത് ഒരുപാട് ആഘോഷിച്ച് പഠിച്ച് നല്ല നമ്മുടെ വിദ്യാലയത്തിലെ ആർട്സ് ഡേ പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഒരുപാട് എല്ലാ വർഷവും ഇത്തരത്തിലുള്ള ഓഗസ്റ്റ് മാസങ്ങളിലാണ് നമ്മൾ ആർട്സ് ഡേ പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിക്കാറ്. ഈ ആർട്സ് ഡേ പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിലും ഉയർന്നു വരേണ്ടത് നമ്മളൊക്കെ തന്നെയാണ് ഈ വിദ്യാലയത്തിലെ ഈ പ്രോഗ്രാം വിജയിപ്പിക്കേണ്ട വിദ്യാർത്ഥികൾ. ദേശീയപാത ആമ്പലൂർ സിഗ്നൽ ജംഗ്ഷനിൽ വീണ്ടും അപകടം. സിഗ്നലിൽ നിർത്തിയിട്ട കാറിൽ പിക്കപ്പ് ഇടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:30യോടെയായിരുന്നു അപകടം. തിരുവനന്തപുരത്ത് നിന്ന് ചെർപ്പുളശ്ശേരിയിലേക്ക് പോയ കുടുംബം സഞ്ചരിച്ച കാറിൽ കോട്ടയത്തു നിന്നും വന്ന പിക്കപ്പ് ഇടിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് പിക്കപ്പ് തകരാറിലായതോടെ ദേശീയപാതയുടെ ഒരു ഭാഗത്ത് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. അപകടത്തിൽ കാറിന്റെ പുറകുവശം തകർന്നു.
പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മുരിയാട് AUP സ്കൂളിൽ കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും കായികക്ഷമത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ച് ഫുട്ബോൾ ക്യാമ്പ് ആരംഭിച്ചു. മുൻ ഫുട്ബോൾ താരം അനിൽകുമാർ കൊടകര ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് രജനി ഷിബു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ശ്രീജിത്ത് പട്ടത്ത് മുഖ്യാതിഥിയായിരുന്നു. KR രാമചന്ദ്രൻ, ജയന്തി, ഫുട്ബോൾ കോച്ച് സുനിൽ കുമാർ എന്നിവർ സംസാരിച്ചു. അത് കഴിഞ്ഞ് അപ്പം നമുക്ക് ആഗ്രഹങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കണം. ആഗ്രഹങ്ങൾ ഉണ്ടായാലാണ് നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? അതിനുവേണ്ടി പരിശ്രമിക്കണം. ആഗ്രഹങ്ങൾ മാത്രം ഉണ്ടായാൽ പോരാ, അതിനുവേണ്ടി പരിശ്രമിക്കണം. പ്രിയപ്പെട്ട ഇന്നത്തെ ഈ ഫുട്ബോൾ ക്യാമ്പിന് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി കൊടകര അഴകം ദുർഗാദേവി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച രാവിലെ ഇല്ലം നിറയും, ശനിയാഴ്ച രാവിലെ മുക്കുടി നിവേദ്യവും, ആഗസ്റ്റ് 15 വ്യാഴാഴ്ച മഹാഗണപതി ഹോമവും തുടർന്ന് വിദ്യാഗോപാല മന്ത്രാർച്ചനയും ഉണ്ടായിരിക്കും. ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തിയും ക്ഷേത്രം തന്ത്രിയും കാർമ്മികത്വം വഹിക്കും. വിദ്യാഗോപാല മന്ത്രാർച്ചനയിൽ പങ്കെടുക്കേണ്ടവർ മുൻകൂട്ടി ക്ഷേത്രം ഭാരവാഹികളെ അറിയിക്കേണ്ടതാണെന്നും പുഷ്പം, വിളക്ക്, തൂശനില എന്നിവ കൊണ്ടുവരേണ്ടതാണെന്നും ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ കലോത്സവം വൈഭവ് 2K24 എന്ന പേരിൽ സംഘടിപ്പിച്ചു. പൂർവ്വ വിദ്യാർത്ഥിയും കലാന്തിക സ്കൂൾ ഓഫ് ഡാൻസ് ഡയറക്ടറും കലാന്തിക കൾച്ചറൽ സൊസൈറ്റി സെക്രട്ടറിയുമായ ഡോക്ടർ മിനി പ്രമോദ് മേനോൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ലിജോ കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്റ്റേഴ്സ് സിസ്റ്റർ ജോസ്ലിൻ, അധ്യാപക പ്രതിനിധികളായ ബിയ പോൾ, N പാർവതി, ലിറ്റി K ആന്റോ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാമത്സരങ്ങൾ അരങ്ങേറി. എല്ലാവിധത്തിലുള്ള പ്രിയമുള്ള അധ്യാപകരെ, വിദ്യാർത്ഥികളെ അതോടെ അറിയിക്കുകയാണ്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6350 രൂപ, പവന് 50,800 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണം. കൊടകര ആനത്തടം പൊയ്യാറ പരേതനായ കിട്ടു ഭാര്യ തങ്ക 77 വയസ്സ് അന്തരിച്ചു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ വീട്ടുവളപ്പിൽ നടക്കും. വത്സല, ഓമന, സുരേന്ദ്രൻ, സുരേഷ് ബാബു, സുനിലൻ, സുജിത എന്നിവർ മക്കളും മാണിക്കുട്ടി, മുരളി, ബിന്ദു, ജിഷ, ഷൈനി, കാർത്തി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചിമ്മിനി ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി സ്ലൂയിസ് തുറന്ന് വെള്ളം കുറുമാലിപ്പുഴയിലേക്ക് ഒഴുക്കുന്നു. വയനാടിന് കൈത്താങ്ങുമായി കുരുന്നു വിദ്യാർത്ഥികൾ. കൊടകര ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകിയത്. പൂട്ടിക്കിടക്കുന്ന വീടുകൾ കുത്തി തുറന്ന് മോഷണം നടത്തിവന്ന പുതുക്കാട് സ്വദേശി കരയാം വീട്ടിൽ വിനോദിനെ ഇരിഞ്ഞാലക്കുട DYSP KG സുരേഷ്, കാട്ടൂർ ഇൻസ്പെക്ടർ ER ബൈജു എന്നിവരുടെ നേതൃത്വത്തിൽ പിടികൂടി. അതിരപ്പിള്ളിയിൽ ദേവാലയത്തിനു നേരെ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.